തുറക്കുന്നില്ല. ഞാൻ തുറക്കണോ? അയ്യോ എന്നെ കഥ എടുത്തോ. സർപ്രൈസ് ആയല്ലോ. അവിടെ ആയിരുന്നല്ലോ. എവിടെ? ഞാൻ സൗദിയിലാണ്. അങ്ങനെയായിരുന്നു. നല്ലോണം ഞാനെന്ന് പറയരുത്. ഞാൻ ഒന്ന് കുളിച്ചു മാറ്റിയെങ്കിലും നിന്നേനെ. ഞാൻ ഇന്നലെ വിളിക്കാന്ന് പറഞ്ഞു. 10 മണിക്ക് സമയമൊക്കെ പറഞ്ഞേ. അല്ല അറിയണല്ലോ നീ ഇവിടെ ഉണ്ടോ ഇല്ലയോ ഞാൻ ഈ അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്റെ സിം വർക്കാവുന്നില്ലായിരുന്നു. വന്നിട്ട് അത് ഞാനൊരു സ്ഥലത്ത് പോയിട്ട് അത് അരമണിക്കൂർ നിന്ന് ഈ സിം വർക്കാക്കാൻ വേണ്ടിട്ട് അത് ശരിയാവുന്നില്ല. ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്ത് അവിടെ വർക്കാക്കി. അതാണ് ഞാൻ അരമണിക്കൂർ സമയം പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണ്ടേ മുട്ടില്ലേ? നോക്കുമ്പോൾ അരമണിക്കൂർ കാണിക്കും, 25 മിനിറ്റ് കാണിക്കും. അപ്പൊ ബസ് കയറി വിളിച്ച് നല്ല ചൂടുണ്ടല്ലോ ഇവിടെ. ചൂടുണ്ടോ? ഫാനൊക്കെ ഇട്ടൂടെ? അത് വന്നിട്ട് തോറ്റ് എവിടെ നോക്കിയാൽ അപ്പൊ ഉമ്മ പറഞ്ഞു എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്മിതാന്റീനെ വിളിക്കാം. അഞ്ജലിനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, പിന്നെ ബബുലിനെ വിളിക്കാം. അതായത് ഓരോ എല്ലാരും ലോങ് കോളുള്ള ആളല്ലോ. ഞാൻ നിന്റെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അല്ല വലിയ തിരക്കുള്ള മനുഷ്യക്കാണല്ലോ. ഇനിയിപ്പോ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ടില്ല. ഇന്നലെ രാത്രി ഞാൻ 10 മണിന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഞാൻ കഴിക്കാൻ നേരം വിശക്കും. വന്നിട്ട് കേട്ടുറങ്ങാൻ ഞാനിങ്ങനെ ഷോക്കായി നിന്നുപോയി. അതാണ് കാര്യം. അടച്ചു വെച്ചു. ആമയേട്ടില്ലേ? ആ ഞാൻ അകത്ത് കയറാൻ ശ്രമിച്ചു. നോക്കി കൈയൊക്കെ കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കൊറേ അനക്കി കുലുക്കി ഒരനക്കില്ല. അപ്പൊ ഫോൺ ഞാൻ വിചാരിച്ചു കൊറിയറാരോ വരികയാണെന്ന്. സൗണ്ട് അല്ല അപ്പൊ ഞാൻ കൊറിയർ ആണോ? എന്നിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്തോ ചെയ്യാൻ. ഞാൻ ഫോൺ വിളിച്ചപ്പോഴത്തെ നമ്പറിലാണ്. എന്നിട്ട് മണ്ടൂര് അത് അറിയില്ല. അല്ല അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ദുബായിലുള്ള ഒരാള് പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഒരു സൗദിയിലുള്ള ഒരാള് സർപ്രൈസ് ദുബായ് ഒക്കെ മാറി. എന്നാ ചേഞ്ച് ചെയ്ത് അതിന് എന്തെങ്കിലും കഴിക്കാം. പറയാൻ പാടില്ല. പാപ്പുന് സ്മിതേജീനെ ഇഷ്ടായോ? പോവണ്ട ആവശ്യമില്ല അല്ലേ? സ്മിതാന്റെ ഇവിടെ നിന്നോട്ടെ ഇത് അല്ലേ? 5 മണിയാകുമ്പോ പോവാ. 5 മണിയാകുമ്പോ പോയിക്കോളാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല 5 മണിക്ക് പോയിക്കൂടെ? കൊറേ ദിവസം നിന്നിട്ട് 5 മണിക്കേ പോവാൻ പറ്റുള്ളൂ. അവിടെ ആമി ഇന്ന് 5 മണിക്ക് പോവാൻ പറ്റൂല. കുട്ടിക്ക് വേണ്ടിട്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കണ്ടല്ലേ? ഇന്ന് 5 മണിക്ക് പോയിക്കൂടാ? ഞങ്ങളിന്ന് ഫുഡൊന്നും ഉണ്ടാക്കാതെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് 4:30 ആകുമ്പോ ഞാൻ പോകൂട്ടാ. പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. 4:30 ആകുമ്പോ ഫുഡ്. അപ്പൊ നമ്മള് സ്മിതേശിക്ക് വേണ്ടിട്ട് പൊതിച്ചോറ് വാങ്ങി. പൊതിച്ചോറ് വേണ്ട പറഞ്ഞു. സാധാ ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്ത്. അതുകൊണ്ട് പൊതിച്ചോറല്ലേ, നമ്മള് സദ്യ കഴിക്കാൻ പോകാം കേട്ടോ. അല്ലേ ബാബു? അത് തുറക്കണ്ട, ഞാൻ എടുത്തുതരാം. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഇരുന്നിട്ട് സദ്യ കഴിക്കണം. ആമി ഇവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ ആമി? അപ്പൊ നമ്മളിതാ കഴിക്കാൻ വേണ്ടി പോവാണ്. അതെ. അപ്പോൾ ഞങ്ങളൊരു പൊതിച്ചോറും സദ്യയായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ സദ്യ ഇവരെല്ലാവരും കൂടെ കഴിച്ചു, ഞാൻ പൊതിച്ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇനി കഥ തുടങ്ങി കേട്ടോ. കഥ ഞങ്ങൾ രാവിലെ തൊട്ട് കഥ പറയലാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്തെ എല്ലാവരും പറയായിരുന്നു നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കണേന്ന് കേട്ടോ. അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും സംസാരിക്കാനുണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ വർഷത്തിന് ശേഷമാണ് കാണുന്നത്. പിന്നെ സ്ഥിരം വിളിക്കുന്ന ആൾക്കാരല്ല കേട്ടോ. ഞങ്ങൾ എപ്പോഴെങ്കിലും കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും എപ്പോഴും. പക്ഷേ ആ വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രസൻറ്റിൽ അപ്പം മുതലങ്ങ് സംസാരിച്ച് തുടങ്ങിയാൽ മതി. പിന്നെ ഒരു 2 വർഷത്തേക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയും കേട്ടോ. അപ്പോൾ അങ്ങനൊരു ഒരു കണക്ഷൻ ഉണ്ട് എപ്പോഴും. അപ്പോൾ ഇന്നും ഇതാ നമ്മൾ കുറേ കഥകളൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ഉണ്ട്. സ്മീൻ്റെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണത്തിലായിരുന്നു. അപ്പോൾ ആമി
ഇച്ചൂട്ടിക്കും ഇല്ലൂട്ടനും അങ്കിക്കും പിന്നെ ആരാണ് ആദിക്കൊക്കെ വേണ്ടിയിട്ട് ആദിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കിയതാട്ടോ. വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. അവർ കാണുമ്പോൾ അതിൽ കുറച്ച് ബ്രേസ്ലെറ്റും ഒക്കെയാണ്, ക്രോഷ്യ സാധനങ്ങളൊക്കെയാണ് ആമി ചെയ്തിട്ടുള്ളത്. നിനക്ക് ഇവിടെ ഉണ്ട്, ഇത് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ആമി ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അതിൽ പേരൊക്കെ എഴുതി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്മിതേശി റെഡി ആവാനൊക്കെ വേണ്ടി പോയതാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ദിവസമായിരുന്നു ഇത്. എൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. അങ്ങനെ ഫുഡ് കഴിക്കലും ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായിട്ടോ. അപ്പം സ്മിക്ക് തിരിച്ചു പോകാനുള്ള ടൈമായി. സ്മിതേശിക്ക് നമുക്ക് റംബൂട്ടാൻ കാണിച്ചു കൊടുക്കാം. യെസ്, എത്ര ഉണ്ട്? ഇതാ കാണിച്ചിടാം. അതവിടെ കൊള്ളാലോ. ഇതൊക്കെ പഴുക്കും. പഴുക്കാൻ ഇങ്ങനെ കുറച്ച് സമയം എടുക്കും. ഇച്ചിരൂടെ വലുതാവുമ്പോൾ അത് പഴുക്കാം. വൈറസ് എന്ന് പറയുന്നല്ലേ. കല്ലില് കളിക്കാനൊന്നും കുഴപ്പമില്ല. ഞാൻ നെക്സ്റ്റ് ടൈം വരുമ്പോഴേ അപ്പൊ എവിടെ പോകരുത് കേട്ടോ. എവിടെ പോവാ? എവിടെയും പോവോ? അവളെ ഹയാത്ത് പോവും. ഇവിടെ തന്നെ ഉണ്ടാവുന്നില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഒട്ടും പ്ലാൻ ചെയ്യാതെ നമ്മൾ നമ്മളെ ഏറ്റവും നല്ല സുഹൃത്തിനെ കണ്ടുമുട്ടുക, അവരായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിലായവർക്ക് അറിയാം കേട്ടോ, അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരിക്കും. കാരണം നമുക്ക് ആർക്കും തന്നെ ടൈം കിട്ടില്ല പോവാനോ മീറ്റ് ചെയ്യാനൊന്നും. എല്ലാവർക്കും അവരുടെ തിരക്കായിരിക്കും. അപ്പം നമ്മൾ റെഡിയാണെങ്കിൽ അവർക്ക് വരാൻ പറ്റില്ല. അങ്ങനെ കുറേ കാരണങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി ചിലപ്പം സ്മീ തിരിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു തവണയും കൂടെയൊക്കെ കാണാൻ പറ്റുമായിരിക്കും. പിന്നെ ഇനിയിപ്പം നമ്മൾ കാണലൊക്കെ എന്താ പറയുക, ഒരുപാട് നാളിന് ശേഷമായിരിക്കും. സ്മീന് തിരിച്ച് കാനഡയിലേക്കാണ് പോകുന്നത്, അങ്ങനെയൊക്കെ. അപ്പം വീണ്ടും ഇനി കാണുന്നവരെ ഈ ഒരു ദിവസമൊക്കെ ഭയങ്കര ഒരു ഓർമ്മയുള്ള ദിവസമായിരിക്കും കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് മീറ്റ് ചെയ്യുന്നവരെയൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു.